ഓസ്ട്രേലിയയിൽ 4 വർഷത്തെ വർക്ക് വിസയിൽ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോന്റെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയെ പറ്റിയിട്ട് ഒരു ഡീപ്പ് ഡൈവ് സെഷൻ തന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ക്വിക്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ് ഈ ടോപ്പിക്കിനെ പറ്റി കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ വീഡിയോനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡീപ്പ് ഡൈവ് സെഷൻ ചെയ്തുകൂടാന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ മെയ്ഡ് ഇൻ കൊച്ചി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എന്റെ സ്വാഗതം. എന്റെ പേര് ബിനിൽ വർഗീസ്. ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് 6 വർഷത്തിന് മുകളിലായി. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? ബേസിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ തന്റെ കമ്പനിയിലെ ഒരു സ്കിൽസ് ഗ്യാപ്പ് അഥവാ ഒരു ടാലന്റിന്റെ ഒരു ഗ്യാപ്പ് കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ ആ ഒരു ടാലന്റിന്റെ ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ എന്ന് പറയുന്ന ഒരു വർക്ക് വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയിൽ വരുന്നത്? ആദ്യം തന്നെ ഈ എംപ്ലോയേഴ്സിന് അവരുടെ കാൻഡിഡേറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 to 4 ഇയേഴ്സിന്റെ വർക്ക് വിസയാണ് നോർമലി എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയിൽ വരുന്നത്. പിന്നീട് ആലോചിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ എന്ന് പറയുന്നത് ടെമ്പററി ആണോ അതോ പെർമനന്റ് ആണോ? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്പാണ് വരുന്നത്. നമ്പർ 1, സബ് ക്ലാസ് 482 സ്കിൽസ് ആൻഡ് ഡിമാൻഡ് വർക്ക് വിസ. നമ്പർ 2, സബ് ക്ലാസ് 186 എംപ്ലോയർ നോമിനേഷൻ സ്കീം. നമ്പർ 3, സബ് ക്ലാസ് 494 റീജിയണൽ എംപ്ലോയർ നോമിനേറ്റഡ് വിസ. ഈ പറഞ്ഞ 3 ടൈപ്പാണ് ഈ എംപ്ലോയർ സ്പോൺസർഡ് വിസയിൽ വരുന്നത്. പക്ഷെ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ഈ ഒരു വിസയ്ക്ക് ഓസ്ട്രേലിയയിൽ ഡിമാൻഡ് ഉണ്ടോ? വെൽ, ഷോർട്ട് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. 2023-24 ഇടയിൽ ഗവൺമെന്റ് ഏകദേശം 36,000 സീറ്റാണ് എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയിന് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെന്റ് 44,000 സീറ്റാണ് ഈ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റഫ്ലി ഒരു 22% ഇൻക്രീസ് ആണ് സീറ്റ്സിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കോവിഡ് തന്നെയാണ്. കോവിഡിന് ശേഷം ഇവിടെ ഇഷ്ടം പോലെ സ്കിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്ട്രഗിൾ ചെയ്യായിരുന്നു, എസ്പെഷ്യലി ഇവിടുത്തെ ബിസിനസ് ഓണേഴ്സ് അവരുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ടാലന്റിനെ ഹയർ ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഇമിഗ്രേഷൻസ് അല്ലെ ഇവിടെയുള്ള ടാലന്റ് വെച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു 36,000 സീറ്റ് എന്നുള്ളത് അവർ 44,000ലേക്ക് ബംപ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, ആർക്കാണ് ഈ എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? മെയിൻ ആയിട്ട് 2 ടൈപ്പിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വിസയ്ക്ക് വേണ്ടി എലിജിബിലിറ്റി ഉള്ളത്. ആദ്യം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ കറന്റ് ആയിട്ട് ലിവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓവർസീസ് അഥവാ ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ വരുന്നത്. അടുത്തത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സബ് ക്ലാസ് 482 അഥവാ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 7-ാം തീയതി വരെ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഡിസംബർ 7th തൊട്ട് ഗവൺമെന്റ് ഈ ഒരു വിസ തന്നെ റീവാമ്പ് ചെയ്തുകൊണ്ട് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്ന് പറയുന്ന വിസയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോ ഈ ഒരു വിസ പേര് മാത്രമല്ല മാറ്റിയത്, ഇതിന്റെ റിക്വയർമെന്റ്സും ചെറിയ രീതിയിൽ ഇവർ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെയധികം ബേസിക് ആണ്. നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരു എംപ്ലോയർ റെഡി ആയിട്ടുണ്ടാവണം. രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു എംപ്ലോയർ എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ജോലിയുടെ ബിസിനസ് ഓണർ ഈ ഒരു SPS ലിസ്റ്റിംഗിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് ഇവരൊരു രജിസ്റ്റേർഡ് ബിസിനസ് ആയിരിക്കണം, പിന്നെ ലോഫുള്ളി ക്യാരിയിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള ആക്ടിവിറ്റീസും പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്, യാതൊരു രീതിയിലുള്ള അഡ്വേഴ്സ് ഇൻഫർമേഷനും ഈ ഒരു കമ്പനീന് എഗൻസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതായത് ലീഗലി അഥവാ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവില് എന്തെങ്കിലും ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഈ കമ്പനിയുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സിന് ഈ ഒരു SBS ലിസ്റ്റിംഗിൽ വരാനായിട്ട്
എലിജിബിൾ അല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ ഈ ഒരു SBS ലിസ്റ്റിംഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ നോമിനേറ്റഡ് ഒക്യുപ്പേഷൻ അഥവാ ഈ ഒരു സ്കില്ല് ഇവിടെ ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു സ്കില്ലാന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. നാലാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ഷോർ അഥവാ ഓൺ ഷോർ ആയിക്കോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ December 7th മുന്നേ വരെ നിങ്ങൾക്ക് 2 years ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് വേണമായിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ 2 years എന്നുള്ളത് ഡ്രോപ്പ് ചെയ്തിട്ട് വെറും 1 year ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ട് ഒരാഴ്ചയിൽ 38 മണിക്കൂറേലും മിനിമം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അതൊരു ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. വർക്ക് എക്സ്പീരിയൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രോറാറ്റ ബേസും കൂടെയാണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്തതെന്നുണ്ടെങ്കിൽ 38 മണിക്കൂറിന് പകരം പകുതി അവേഴ്സ് മാത്രമേ നിങ്ങൾ ഒരു വീക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 years ആ പാർട്ട് ടൈം ജോബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മുന്നിൽ അതൊരു 1 year ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാവുന്നതാണ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ആണ്. അപ്പോൾ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് സബ് ക്ലാസ് 482 ഒട്ടും മാൻഡേറ്ററി അല്ല. മറ്റൊരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റൈൻ ചെയ്തിരുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സബ് ക്ലാസ് 482 അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ റീസെൻ്റ് ആയിട്ട് പല ഫോറംസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. പക്ഷേ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് 5 yearsനുള്ളിലായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഉള്ള വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പോൺസേർഡ് വർക്ക് വിസയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്യുപ്പേഷൻ ഈ ഒരു വിസയ്ക്ക് എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം CSOL അഥവാ ക്രിട്ടിക്കൽ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് വേണ്ട പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ അഥവാ സ്കില്ലുകൾ ഈ ഒരു ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുതിയ ഒക്യുപ്പേഷൻ ലിസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 456 ഒക്യുപ്പേഷൻ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ അഥവാ സബ് ക്ലാസ് 482 വിസയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്യുപ്പേഷൻ ഈ ഒരു CSOL ലിസ്റ്റിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പെർമനന്റ് റെസിഡൻസി വിസാസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പെർമനന്റ് റെസിഡൻസി വിസാസ് അഥവാ മൈഗ്രേഷൻ വിസ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണ് ഇവിടെ ഉള്ളത്. സബ് ക്ലാസ് 189, സബ് ക്ലാസ് 190 അഥവാ സ്കിൽ നോമിനേറ്റഡ് വിസ, പിന്നെ സബ് ക്ലാസ് 491 റീജിയണൽ സ്കിൽ നോമിനേറ്റഡ് വിസ. അപ്പൊ ഈ പറയുന്ന 3 മൈഗ്രേഷൻ പാത്വേ വിസയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം വിസ കരസ്ഥമാക്കാവുന്നതാണ്. അടുത്ത ഫ്രീക്വന്റ് ആയിട്ട് എന്റെ ചാനലിൽ എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ഒരു എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു കമ്പനി ലീവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ 482 വിസയ്ക്ക് വന്നതിന് ശേഷം ഫോർ വാട്ട് എവർ റീസൺ നമ്മുടെ ബിസിനസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ പിരിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സോമനസാലെ ഈ ഒരു ജോലി ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ട് നമ്മൾ രാജിവെക്കുക എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? അഗൈൻ ലാസ്റ്റ് ഇയർ ഡിസംബർ വരെ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് നമ്മൾ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ വേറൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എംപ്ലോയറിനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ. അതേസമയം കഴിഞ്ഞ വർഷം December 7th തൊട്ട് പുതിയ റൂൾ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 180 ദിവസമാണ് നമുക്ക് തരുന്നത്. അതായത് 3 മാസം നമുക്ക് തരും വേറൊരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 3 മാസത്തിനുള്ളിൽ വേറൊരു ജോലി കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കറന്റ് ആയിട്ടുള്ള സബ് ക്ലാസ് 482 വിസ നമുക്ക് ക്യാൻസൽ ആവില്ല, നാട്ടിൽ പോകേണ്ട ആവശ്യവും വരത്തില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ സബ് ക്ലാസ് 482 വിസ കിട്ടിയതിന് ശേഷം നമ്മൾ എങ്ങനെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ടെമ്പററി 2 അല്ലെങ്കിൽ 4 ഇയർ വർക്ക് വിസ എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു വിസയ്ക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയ വളരെയധികം ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ജോലിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും? അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലോ. മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ 2 വർഷം ഓസ്ട്രേലിയയിൽ ഈ ഒരു 482 വർക്ക് വിസയിൽ നിൽക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒറ്റ ഒരു എംപ്ലോയറിന്റെ അണ്ടറിൽ നിൽക്കണമെന്ന് യാതൊരു രീതിയിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ലോയും ഇല്ല ഇവിടെ. ഈ ഒരു 2 ഇയേഴ്സ് നിങ്ങളെ വർക്ക് വിസയിനുള്ളിൽ മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സിന്റെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അത് യാതൊരു രീതിയിലും ബോധേഡ് അല്ല ഇവിടുത്തെ ഗവൺമെന്റ്. പക്ഷെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 2 ഇയേഴ്സ് നിങ്ങൾ 482-ൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഈ ഒരു റിക്വയർമെന്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ക്ലാസ് 186-ന് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പൊ സബ് ക്ലാസ് 186 അഥവാ പെർമനന്റ് റെസിഡൻസി വിസയെ പറ്റി അറിയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ആണോ ഉള്ളത് ഈ ഒരു വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് അതിന് റെസ്പോൺസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് അടുത്ത വീഡിയോ ഇടേണ്ടതെന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഫോളോ അപ്പ് വീഡിയോസും ഇടുന്നതായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ പറ്റി. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ഐക്കണും കൂടെ അമർത്തുക. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടാനായിട്ടുള്ള നോട്ടിഫിക്കേഷനും കൂടെ കിട്ടട്ടെ. അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷനിലേക്ക് പോവാണ്. സബ് ക്ലാസ് 186 അഥവാ പെർമനന്റ് എംപ്ലോയർ സ്പോൺസേർഡ് വിസ എങ്ങനെ കിട്ടും എന്നുള്ളത്. അപ്പൊ പേര് പോലെ തന്നെ ഇതൊരു എംപ്ലോയർ സ്പോൺസേർഡ് നോമിനേഷൻ സ്കീമാണ്. ഇതൊരു പെർമനന്റ് റെസിഡൻസി വിസയാണ്, അഥവാ PR എന്നൊക്കെ അറിയപ്പെടും. അപ്പൊ ഈ PRന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളും ഉണ്ട് ഈ PR വിസ കൊണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഇൻഫർമേഷൻ അറിയാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയർ SBS ലിസ്റ്റിംഗിൽ വേണമെന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധവും ഇല്ല, അൺലൈക്ക് 482 വിസ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന വർക്ക് വിസയിൽ SBS ലിസ്റ്റിംഗിൽ മാൻഡേറ്ററി ആയിട്ട് വേണമായിരുന്നു. പക്ഷെ ഈ ഒരു സബ് ക്ലാസ് 186 വിസയിൽ നമുക്ക് നമ്മുടെ എംപ്ലോയർ SBS ലിസ്റ്റിംഗിൽ വരേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഈ ഒരു 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസിൽ 1 ഇയർ ഓൺ ഷോർ അഥവാ ഓഫ് ഷോറും ബാക്കി 2 ഇയേഴ്സ് നിങ്ങൾ എംപ്ലോയർ സ്പോൺസേർഡ് വർക്ക് വിസ അഥവാ സബ് ക്ലാസ് 482 നേരത്തെ പറഞ്ഞിരുന്ന വിസയിലെ 2 ഇയേഴ്സും പിന്നെ നോർമൽ ഉള്ള 1 ഇയറും അങ്ങനെ ക്ലബ് ചെയ്തിട്ട് 3 ഇയേഴ്സ് ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് എലിജിബിൾ ആകാൻ പറ്റുള്ളൂ. അടുത്ത റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ആണ്. 482 വിസയിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് ആവശ്യമില്ല. അതേസമയം നിങ്ങൾ PRന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു ഒക്യുപ്പേഷൻ ആണോ വരുന്നത് ആ ഒരു അതോറിറ്റിയുടെ സ്കിൽ അസസ്മെന്റ് മാൻഡേറ്ററി ആണ്. മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി ആണ്. അപ്പോൾ നിങ്ങളുടെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷനിൽ മിനിമം $73,150 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ ആനം അഥവാ പെർ ഇയർ നിങ്ങൾ ഏൺ ചെയ്തിരിക്കണം. പിന്നെ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ട് ഇത് മാറുകയും ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ ഇവിടെ ഒരു ഡോക്ടർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ. ഇവിടെ GP എന്നാണ് ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ GPന് ഓൺ ആവറേജ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ്. അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സാലറി 1 ലക്ഷത്തിന് താഴെ, ഫോർ ഇൻസ്റ്റൻസ് 75,000 ഓസ്ട്രേലിയൻ ഡോളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോമിനേഷൻ റിജക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഒക്യുപ്പേഷന് ഡിഫറെന്റ് സാലറി ബക്കറ്റ് ആണ് മെയിൻ ആയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പല പല ടെസ്റ്റ് വെച്ചിട്ടാണ്, PT ആവട്ടെ അഥവാ IELTS ആവട്ടെ. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് മിനിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ മിനിമം ബാൻഡ് സ്കോർ 6 ആണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ് ആണ്. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ബിലോ 45 ഇയേഴ്സ് ആയിരിക്കണം ഈ ഒരു എംപ്ലോയർ നോമിനേറ്റഡ് സ്കീമിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു എംപ്ലോയർ നോമിനേറ്റഡ് സ്കീമിൽ എലിജിബിൾ ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ്
എന്തൊക്കെയാണെന്ന് ഞാൻ ഈ സെക്ഷനിൽ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ആദ്യം തന്നെ സബ് ക്ലാസ് 186 കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ആണ്. ഇത് മെയിൻ ആയിട്ട് കോവിഡിന് ശേഷമാണ് ഇവിടുത്തെ ബിസിനസ് ഓണേഴ്സ് അഥവാ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ ഒരു ഡിഫിക്കൽട്ടി എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് കോമൺ ആയിട്ട് വരുന്ന ഒക്യുപ്പേഷൻ റോൾസ് എന്ന് പറയുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, ടെക്നിക്കൽ റോൾസ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവര്, മൈനിങ്, അഗ്രികൾച്ചർ, ഫാമിംഗ്, പിന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റോൾസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസയ്ക്ക് വരാൻ പറ്റുക അഥവാ എംപ്ലോയർ നോമിനേറ്റഡ് സ്കീമിന് വരാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ അഥവാ എംപ്ലോയർ നോമിനേറ്റഡ് സ്കീമിന്റെ അണ്ടറിൽ വരുന്ന റിക്വയർമെന്റ്സ്. പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെയുള്ള തംസ് അപ്പ് അമർത്തുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുമുട്ടത്തെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.